ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റ് ബൗൾ കേക്കാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 മുറി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും പഞ്ചസാരയും കസ്റ്റാർഡ് പൗഡറും എല്ലാം ഉണ്ടല്ലോ, അതിലോട്ട് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കസ്റ്റാർഡ് പൗഡർ അതുപോലെ കോക്കനട്ടൊക്കെ ചേർക്കുമ്പോഴാണ് ഈ ഒരു കേക്കിന് നല്ലൊരു സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് ഇത് ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ലൂസായി പോകാൻ പാടില്ല, അത്യാവശ്യം നല്ല തിക്നെസ്സോടെ തന്നെ ഇരിക്കണം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഹാഫ് ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബദാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. ശേഷം ഈ 4 ബൗളും ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കുകയാണ്. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് 30 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ബൗൾ കേക്ക് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണല്ലേ ഈ ഒരു വീറ്റ് ബൗൾ കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വീറ്റ് ബൗൾ കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.